നമ്മൾ ടി വികളിൽ പരസ്യം കാണാറുണ്ടല്ലോ, ഇതേപോലെ നമ്മൾ റേഡിയോയിൽ പരസ്യങ്ങൾ കേൾക്കാറുണ്ട്, ഒരുപാട് മീഡിയാസിൽ നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പരസ്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പേര് വിളിക്കാറുണ്ട്, ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസിങ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിനിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളോ ടി വിയിൽ കാണുന്ന സമയത്ത് ഒരു ബ്രേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ റേഡിയോയിൽ നമ്മൾ ഓഡിയോസ് അല്ലെങ്കിൽ നമ്മൾ പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് വരാറുണ്ട്. അപ്പം ഇത്തരം ബ്രേക്കുകളെയാണ് ശരിക്കും, അല്ലെങ്കിൽ ഇത്തരം ബ്രേക്കുകളുടെ സമയങ്ങളിൽ ഓഡിയോസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും നമ്മളിലെത്തുന്ന പരസ്യങ്ങളെയാണ് ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഈ പരസ്യങ്ങളുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 സെക്കൻഡ് ടു 1 മിനിറ്റ് ആണ്. അപ്പം ഇതുകൊണ്ട് ഒരു വൈഡ് ഓഡിയൻസിലേക്ക് നമ്മുടെ ബ്രാൻഡിനെയോ പ്രൊഡക്റ്റിനെയോ എത്തിക്കാൻ നല്ല രീതിയിൽ സാധിക്കുന്നതാണ്. കാലാകാലങ്ങളായിട്ട് ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ നമ്മൾ ഇനി ജീവിക്കുന്ന കാലം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. എന്നിട്ട് പോലും ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വലിയ ലാർജ് ഓഡിയൻസിലേക്ക് എത്തുവാനും നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ് പ്രോപ്പറായിട്ട് അവരിൽ എത്തിക്കാനും ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസ്മെന്റ് വഴി സാധിക്കുന്നത് കൊണ്ടാണ്. ഈ ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസിംഗിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേത് ടി വി കൊമേഴ്ഷ്യൽസ് ആണ്. ടി വി കൊമേഴ്ഷ്യൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടി വി പ്രോഗ്രാംസിനിടയിൽ വരുന്ന ഷോർട്ട് അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഇതിന്റെ മറ്റൊരു യൂസ് എന്ന് പറയുമ്പോൾ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് പെട്ടെന്ന് എത്തിക്കുവാനും ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിങ്ങിനും ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസിംഗ് മെത്തേഡാണ്. അടുത്തത് റേഡിയോ ആഡ്സ് ആണ്. റേഡിയോ ആഡ്സ് എന്ന് പറയുമ്പോൾ ഓഡിയോ അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതേപോലെ ഇതൊരു ടാർഗറ്റഡ് ഏരിയാസിൽ മാത്രമായിരിക്കും ഈ ഒരു ആഡ് പോകുന്നത്. പോഡ്കാസ്റ്റ് അഡ്വർടൈസിങ് ഇതും ഒരു ഓഡിയോ അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. അത് മാത്രമല്ല ഇത് സ്പോൺസേഡ് സെഗ്മെന്റ്സിലായിരിക്കും ഈ ഒരു ആഡ് പോകുന്നത്. ഇൻഫർമേഷ്യൽസ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടി വി കൊമേഴ്ഷ്യൽസ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസസിന്റെയോ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്. സ്പോൺസർഷിപ്പ് ഏതെങ്കിലും ഒരു ടി വി ഷോസ്, ഇവന്റ് സെഗ്മെന്റിന്റെയൊക്കെ ബ്രാൻഡ് സ്പോൺസേഴ്സ് ആവുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നിങ്ങളുടെ ബ്രാൻഡിന്റെ വിസിബിലിറ്റി ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കാനും സാധിക്കും. പ്രോഡക്റ്റ് പ്ലേസ്മെന്റ് മൂവീസ്, ടി വി ഷോസ്, വീഡിയോസ് ഇതിലൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഫീച്ചർ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താ നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ ആദ്യത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത് ഒരു വൈഡർ ഓഡിയൻസിലേക്ക് ആ ഒരു ബ്രാൻഡിന്റെ റീച്ച് എത്തിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ടാർഗറ്റഡ് ടൈമിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് റൺ ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് ടൈം ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളുടെ ഓഡിയൻസിന്റെ പ്രൈം ടൈം. ഒരു റെപ്യൂട്ടഡ് ടെലിവിഷൻ ഒരു റേഡിയോ സ്റ്റേഷൻ വഴി നിങ്ങളുടെ ബ്രാൻഡിനെ അഡ്വർടൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റിയും പ്രസ്റ്റീജും ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ആൻഡ് ഇമോഷണൽ കണക്ഷൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് ആണ്. നിങ്ങളുടെ ആഡിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഓഡിയൻസിനെ ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബെനിഫിറ്റ്സ് പോലെ തന്നെ ഇതിൽ ഒരുപാട് ചാലഞ്ചസും ഉണ്ട്. അപ്പോൾ ആ ചാലഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചാലഞ്ചസിൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഒരു ടി വി കൊമേഴ്ഷ്യൽസ് കുറച്ച് എക്സ്പെൻസീവ് ആണ് റേഡിയോ ആഡ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കോമ്പറ്റീഷൻ. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സും ഇതേ മെത്തേഡ്സ് യൂസ് ചെയ്ത് ആഡ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെക്കാളും കുറച്ചും കൂടി മികച്ചതും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആഡ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ബ്രാൻഡിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് കസ്റ്റമർ ബിഹേവിയർ ചേഞ്ച് ആവുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ്. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ മാർക്കറ്റ് സ്റ്റഡി കൊണ്ടുപോയാൽ മാത്രമേ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് എത്തിക്കാനും സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്രത്തോളം വലുതാണ് നമുക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയാം. എന്നിട്ടും ബ്രോഡ്കാസ്റ്റ് അഡ്വർടൈസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഇപ്പോഴും വളരെ വലുതാണ്. കാരണം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് നിങ്ങളുടെ ബ്രാൻഡ് മെസ്സേജസ് വളരെ ഇമ്പാക്ട്ഫുള്ളി എത്തിക്കാൻ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഡ്വർടൈസിങ്ങിന്റെ ഒരു വലിയ പാർട്ടിലെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.